ഈശോയുടെ പിറവി നമ്മൾ നോയമ്പ് ആചരിക്കുന്നു. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളെല്ലാം പോയി കാണുകയും അവർ സ്നേഹിക്കുകയും അതുപോലെ നമ്മൾ സേവനം ചെയ്യുകയും നമ്മുടെ മതിൽക്കെട്ടില്ലാതെ നമ്മളെല്ലാവരുമായിട്ട് നമുക്കുള്ളതെല്ലാം പങ്കുവയ്ക്കുകയും ഭക്ഷണ പദാർത്ഥങ്ങൾ പങ്കുവയ്ക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഉൾക്കൂടുണ്ടാക്കുകയും പള്ളികളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും നക്ഷത്രം കയറ്റുകയും ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്രിസ്മസ്. ഇപ്പോഴങ്ങനെയല്ല. വല്ല മതിൽക്കെട്ടിനകത്തിരിക്കുന്ന കാരണം ആരും ആരോടും ഒരു സഹകരണമില്ലാതെ ജീവിക്കുന്നു. അല്ല, ഈശോയുടെ പിറവി അതല്ല. നമ്മൾക്ക് വേണ്ടി ജനിച്ച രക്ഷകൻ നമ്മൾ മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കണം. അതാണ് ക്രിസ്മസ്. പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും നോയമ്പ് നോക്കുകയും ദൈവവചനങ്ങൾ വായിക്കുകയും മാതാവിനെ കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന ക്രിസ്മസ് എന്ന് പറയുന്നത്. പണ്ടത്തെ പോലെ തന്നെ നമ്മൾ മുന്നോട്ട് പിന്നെയും നീങ്ങണം. തുടരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യണം. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ വരവാണ്. ഈശോയെ നമ്മളെ സ്നേഹിക്കുകയും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെയും സ്നേഹിക്കണം. ഈശോയെ സ്നേഹിക്കുന്ന പോലെ തന്നെ. അതാണ് ക്രിസ്മസ്.